1490 കാലഘട്ടത്തിൽ ഗുജറാത്തിലെ അദാലജ് പ്രദേശം ഭരിച്ചത് വഗേല രാജവംശമാണ്. വീർ സിംഗ് ആയിരുന്നു രാജാവ്. അദ്ദേഹത്തിന്റെ പത്നി രുദ്ധാബായി. അവർ വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചത്. രാജ്യത്തെ ജനങ്ങൾ ശുദ്ധജലത്തിനായി കഷ്ടപ്പെടുന്നത് വീർ സിംഗ് രാജാവിനെ അലോസരപ്പെടുത്തി. അതിന് പരിഹാരം കാണുവാനായി 1498 സ്റ്റെപ്പ് വെൽ നിർമ്മിക്കുവാൻ അദ്ദേഹം ഉത്തരവിട്ടു. അഷ്ടഭുജ മാതൃകയിൽ സോലങ്കി വാസ്തുവിദ്യയിലാണ് നിർമ്മാണം ആരംഭിച്ചത്. മുഹമ്മദ് ബേഗഡ എന്ന മുസ്ലിം ഭരണാധികാരി രാജ്യത്തെത്തിയപ്പോൾ വഗേല രാജവംശത്തിലെ രാജ്ഞിയായ രുദാബായെ കണ്ടിഷ്ടപ്പെടുകയും അവരെ സ്വന്തമാക്കുവാൻ മുഹമ്മദ് ബേഗഡ അതിയായി ആഗ്രഹിച്ചു. അതിനായി വീർ സിംഗുമായി യുദ്ധം ആരംഭിച്ചു. വീർ സിംഗ് വഗേല ആ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. യുദ്ധം ജയിച്ച മുഹമ്മദ് ബേഗഡ രുദാബായോട് വിവാഹാഭ്യർത്ഥന നടത്തി. ബുദ്ധിമതിയായ രുദാബായി തന്റെ ഭർത്താവിന്റെ ആഗ്രഹവും ജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പടിക്കിണർ നിർമ്മാണം പാതി വഴിയിലായതുകൊണ്ട് പണി കഴിപ്പിച്ച ശേഷം വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാമെന്ന് അറിയിച്ചു. മുഹമ്മദ് ബേഗഡ പടിക്കിണറിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുവാൻ ഉത്തരവിട്ടു. തന്റെ പ്രിയതമന്റെ ആഗ്രഹം നിറവേറ്റിയ അവർ ബേഗഡയുടെ പത്നിയാവാൻ താല്പര്യമില്ലാത്ത കൊണ്ട് ആ പടിക്കിണറിൽ ചാടി ജീവത്യാഗം ചെയ്തു. തന്റെ മരണത്തിന് ശേഷം ആരും കിണറിലെ വെള്ളം ഉപയോഗിച്ചില്ലെങ്കിലോ എന്നോർത്ത അവർ നേരത്തെ തന്നെ ഹിന്ദു പുരോഹിതരോട് പരിഹാര കർമ്മങ്ങൾ ചെയ്യുവാൻ നിർദ്ദേശിച്ചിരുന്നു. മുഹമ്മദ് ബേഗഡ രാജാവ് ഈ പടിക്കിണർ തന്റെ സ്നേഹത്തിന്റെ പ്രതീകമായി രുദാബായിയുടെ ഓർമ്മയ്ക്കായി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചു. നിർമ്മിച്ചവരോടായി അദ്ദേഹം ഇതുപോലൊരു പടിക്കിണർ ഇനിയും ഉണ്ടാക്കുവാൻ സാധിക്കുമോ എന്ന് ആരാഞ്ഞു. സാധിക്കും എന്നറിയിച്ചതോടെ അവരെ വധിക്കുകയായിരുന്നു രാജാവ്. ഇനി ആരും ഇതുപോലൊരു പണിക്കിണർ നിർമ്മിക്കരുതെന്നും രാജാവിന്റെ രുദാബായിയോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായി നിലനിൽക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ഇതിനെക്കുറിച്ച് ഇവിടെ എഴുതി വെച്ചിട്ടില്ലെങ്കിലും തലമുറകളായി ഈ നാട്ടുകാർ കൈമാറി വന്ന കഥയാണിത്. അത് അവരുടെ വിശ്വാസവുമാണ്. ഈ കിണറിലെ വെള്ളത്തിനെ മൗണ്ട് കൈലാസത്തിലെ വെള്ളം പോലെ പരിശുദ്ധമായിട്ടാണ് ഉപമിച്ചിട്ടുള്ളത്. ഷാജഹാൻ തന്റെ പ്രിയതമയുടെ ഓർമ്മയ്ക്കായി താജ്മഹൽ നിർമ്മിച്ചതുപോലെ രുദാബായിയുടെ നിശ്ചയദാർഢ്യത്തിൽ പണി കഴിപ്പിക്കുവാൻ സാധിച്ച വീർ സിംഗിന്റെ ഓർമ്മയ്ക്കായ പ്രണയസൗധം, അത് മുഹമ്മദ് ബേഗഡ രാജാവ് രുദാബായിയുടെ ഓർമ്മയ്ക്കായും നിലനിർത്തിയ പ്രണയസൗധം. അതാണ് അദാലജ് നീർവ.